ഹായ് നമസ്കാരം. അപ്പോൾ എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാനൊരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് കേട്ടോ കാണിക്കുന്നത്. പിന്നെ സിമ്പിളായിട്ടുള്ള ലഞ്ചും. അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അതിനു മുമ്പ് വീഡിയോ കണ്ട് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക കേട്ടോ. അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ കമൻറ്റും ചെയ്യുക കേട്ടോ. അപ്പം ഞാൻ രാവിലെ കട്ടൻ ചായ ഉണ്ടാക്കുന്നത്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഒരു സിമ്പിളായിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറഞ്ഞല്ലോ, ഞാനിത് ഓട്സും കൊണ്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പം ഞാൻ പാലിലാണ് കേട്ടോ പാലും ശർക്കര ഉപയോഗിച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഒരു ഗ്ലാസ് പാലും ഒരു ഗ്ലാസ് വെള്ളം നന്നായിട്ട് തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. അതിൽ ശർക്കരയാണ് ഇട്ട് കൊടുത്തത്. പിന്നെ രണ്ട് സ്പൂൺ ഓട്സ് ചേർത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഇത് നന്നായിട്ട് നമുക്ക് ഓട്സ് നന്നായി വേവിക്കുക. ഈ പാലിൽ നന്നായിട്ട് വേവിക്കുക. ഞാൻ ഈ ഓട്സാണ് എടുത്തേക്കണത്. നന്നായി ഓട്സ് എന്തായാലും വെന്ത് വരുമ്പോഴേക്കും നന്നായിട്ട് കുറുകി വരും കേട്ടോ. അപ്പോൾ ഞാൻ ശർക്കര നന്നായി ഒന്ന് പൊടിച്ചിട്ടിട്ട് കൊടുക്കാം കേട്ടോ. ഞാൻ പൊടിക്കാണ്ട് അങ്ങനെ തന്നെയാണ് ഇട്ടത്. അപ്പോൾ ഒന്ന് പൊടിച്ചിട്ട് നമുക്ക് ശർക്കര അതിലിട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഓട്സ് റെഡി ആയിട്ടുണ്ട്. എന്തായാലും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. പഞ്ചസാരയ്ക്ക് പകരം ശർക്കര ഉപയോഗിച്ചപ്പോൾ ഒരു നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു. എനിക്കിഷ്ടമായിരുന്നു കേട്ടോ ടേസ്റ്റ്. പിന്നെ ഞാൻ എൻ്റെ ഒരു കൈയുടെ ഒരു കോൺഫ്ലെക്സും കൂടി ഇട്ട് കൊടുക്കണം കേട്ടോ ഇതിൽ. കോൺഫ്ലെക്സ് വേണമെങ്കിൽ നമുക്ക് കൂടുതൽ ഇട്ട് കൊടുക്കാം കേട്ടോ. എന്നിട്ട് കോൺഫ്ലെക്സും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. എന്നിട്ട് നമുക്കിത് യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഒന്ന് ഉണ്ടാക്കി നോക്കട്ടെ നിങ്ങൾ. പിന്നെ ഞാൻ പരിപ്പാണ് ഉച്ചയ്ക്ക് ഉണ്ടാക്കിയത്. അപ്പം പരിപ്പ് ഉപ്പുപൊടി മഞ്ഞൾപ്പൊടി ഇട്ടാണ് വേവിച്ചേക്കണത്. പിന്നെ ഒരു ചട്ടി വെച്ച് കടുക് പൊട്ടിക്കുന്നുണ്ട്. കടുക് പൊട്ടിച്ച് കഴിഞ്ഞിട്ട് അതിൽ വറ്റൽമുളകും വേപ്പിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഉള്ളിക്ക് പകരം സവാള ഇട്ട് കൊടുത്തിട്ടുണ്ട്. സവാള ചെറുതാക്കി അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ അതൊക്കെ ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുന്നത്. സവാളയൊക്കെ നന്നായി വാട്ടിയെടുക്കാം കേട്ടോ. സവാളയൊക്കെ നന്നായി വാട്ടി കഴിയുമ്പോൾ അതിൽ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. പിന്നെ മുളക് പൊടി ഇട്ട് കൊടുക്കുക കേട്ടോ. പിന്നെ നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ ഉപ്പും ഇട്ട് കൊടുക്കുക കേട്ടോ. നമ്മൾ പരിപ്പിൽ മഞ്ഞൾപ്പൊടി ഉപ്പൊക്കെ ഇട്ടാണ് വേവിക്കുന്നത്. അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ സവാളയുടെ ഒപ്പം. അതിനുശേഷം നമ്മൾ വേവിച്ച് വെച്ച പരിപ്പും കൂടി അതിലോട്ട് ഇടുക. നന്നായിട്ട് മിക്സ് ചെയ്യുക. അപ്പം ഇത്രയേ ഉള്ളൂ പരിപ്പ് കറി. അപ്പം ഇന്നലെ ബിരിയാണി ബീഫൊക്കെ ആയിരുന്നല്ലോ, ചിക്കനൊക്കെ ആയിരുന്നു. അത് കാരണം പിറ്റേ ദിവസം സിമ്പിളായിട്ട് നമുക്ക് പരിപ്പ് കറി പപ്പടം പിന്നെ ഉള്ളിച്ചമ്മന്തി ആകാമെന്ന് വിചാരിച്ചു. പിന്നെ എൻ്റെ പപ്പടം കൂടി വറുത്തെടുക്കണ്ട കേട്ടോ. പിന്നെ ബീഫ് ഫ്രൈ ഉണ്ടായിരുന്നു, ഇന്നലത്തെ ഉണ്ടായിരുന്നല്ലോ. അപ്പം പെരുന്നാളിന് വെച്ചത് കുറച്ച് ബാക്കി ഇരിപ്പുണ്ടായിരുന്നു. അപ്പം ഞാൻ അതെടുത്തൊന്ന് നന്നായിട്ടൊന്ന് ചൂടാക്കണം കേട്ടോ. ഫ്രൈ ആണ് ഉണ്ടാക്കിയത്. അപ്പം ഒട്ടും ചാറൊന്നും ഇല്ലാണ്ട് നല്ല ഡ്രൈ ആയിട്ട് തന്നെയാണ് ഇട്ടിരുന്നത്. പിന്നെ ഞാൻ അതൊന്ന് നന്നായിട്ട് ചൂടാക്കിയെടുത്തു. പിന്നെ വെളിച്ചെണ്ണ നല്ലോണം കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടാണ് ഞാൻ ചൂടാക്കി എടുക്കുന്നത്. പിന്നെ അതിന് ശേഷം ഞാൻ കുറച്ച് ഉള്ളി ചമ്മന്തി ഉണ്ടാക്കി. അതിന് ഞാൻ ഇത്രയും ഉള്ളി എടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നന്നായിട്ട് ചതച്ചെടുക്കുക. ഒന്ന് ചതച്ചാൽ മതി കേട്ടോ. ഇപ്പോൾ മിക്സിയിലായിട്ട് നമ്മൾ ഇടുന്നുണ്ടെങ്കിലും ഒറ്റ പ്രാവശ്യം ഒന്ന് കറക്കിയെടുത്താൽ മതി. അത് കഴിഞ്ഞിട്ട് അതിൽ കുറച്ച് ഉപ്പ് പൊടി ഇട്ട് കൊടുക്കുക. അതുപോലെ തന്നെ കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കുക. നമ്മുടെ എരിവിന് പാകത്തിന് കേട്ടോ മുളക് പൊടി ഇട്ട് കൊടുക്കുക. പിന്നെ ഈ ഒരു വലിപ്പത്തിൽ ഞാൻ പുളി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ സാമ്പാറിലൊക്കെ ഉപയോഗിക്കില്ലേ, ആ പുളിയാണ് ഇട്ടേക്കുന്നത്. അതിന് ശേഷം പച്ച വെളിച്ചെണ്ണ വേണം കേട്ടോ ഉപയോഗിക്കാനായിട്ട്. നമ്മളിപ്പോൾ ചമ്മന്തി അതിനൊക്കെ പച്ച വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കാറ്. എന്നിട്ട് കൈകൊണ്ട് തന്നെ നന്നായിട്ട് മിക്സ് ചെയ്താൽ ശരിയാവുള്ളൂ കേട്ടോ. അതായത് പുളിയൊക്കെ ഉള്ളതല്ലേ. അപ്പോൾ കൈകൊണ്ട് തന്നെ മിക്സ് ചെയ്യുക. അപ്പോൾ തന്നെ ഉള്ളി ചമ്മന്തി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഉച്ചയ്ക്ക് ലഞ്ചിന്. അപ്പം നമുക്ക് ലഞ്ച് ബോക്സ് പാക്ക് ചെയ്യണത് എങ്ങനെ നോക്കാം കേട്ടോ. ഫസ്റ്റ് ഞാൻ കുറച്ച് പരിപ്പ് കറി എടുത്തിട്ടുണ്ട്. പിന്നെ പപ്പടം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാനത് വേറെയാണ് എടുത്തത്, വേറൊരു പാത്രത്തിലെടുത്ത്. പിന്നെ നമ്മൾ ഉണ്ടാക്കി ഉള്ളിച്ചമ്മന്തി ഉണ്ടല്ലോ, നമുക്ക് പരിപ്പും ഉള്ളിച്ചമ്മന്തി ഉണ്ടെന്നുണ്ടെങ്കിൽ വേറെ ഒന്നും വേണ്ട. അതിനുശേഷം നമുക്ക് കുറച്ച് ബീഫ് ഉണ്ടായിരുന്നത് അതും കൂടി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ കേട്ടോ. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഒന്ന് ലൈക്കും സബ്സ്ക്രൈബും കമൻറ്റൊക്കെ ചെയ്യാം കേട്ടോ.